കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ UPS മുറിയിൽ തീയും പുകയും ഉയർന്ന് കാഷ്വാലിറ്റി അടച്ചുപൂട്ടേണ്ടി വന്നപ്പോൾ 3 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? എല്ലാം നാളെ ശരിയാക്കാമെന്ന സ്ഥിരം പല്ലവി സാധാരണക്കാരെത്തുന്ന ആതുരാലയത്തിൻ്റെ കാര്യത്തിലും വേണമായിരുന്നു. കാരണം 3 ദിവസം കഴിഞ്ഞിപ്പോൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി ഒരുക്കിയ പഴയ കാഷ്വാലിറ്റിക്ക് മുൻപിൽ സ്ട്രക്ചറുകൾ നിരത്തിയിട്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിലെല്ലാം മഴ പെയ്ത് വെള്ളം നിറഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ സ്ട്രക്ചറുകൾ ഇവിടെ പുറത്തിട്ടിരിക്കുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വരുന്നതോടുകൂടി ഇവിടെ സ്ഥലപരിമിതിയും പ്രധാന പ്രതിസന്ധിയായി മാറുന്നു. വീൽ ചെയറിലോ സ്ട്രക്ചറിലോ രോഗികളെ കൊണ്ടുവന്നാൽ എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാനാവില്ല എന്നതാണ് വലിയ പ്രതിസന്ധി. വിവിധ ജില്ലകളിൽ നിന്നുള്ള രോഗികളെല്ലാം എത്തേണ്ടത് സൗകര്യങ്ങളില്ലാത്ത ഈ താൽക്കാലിക അത്യാഹിത വിഭാഗത്തിലേക്കാണ്. അപ്പോൾ ഈ സാധാരണക്കാരനൊരു വലിയ പ്രയാസം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയ മഴ പെയ്ത് സ്ട്രെച്ചറിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ ഉള്ളിലാണെങ്കിലും കറണ്ടിൻ്റെ മറ്റ് സൗകര്യങ്ങളൊക്കെ പിന്നെ പഴയതിൽ നിന്ന് മാറുമ്പോഴുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ. എന്താ പറയുക, കറണ്ട് പോയാൽ റീസെറ്റ് ആകാനൊക്കെ കുറേ സമയം എടുക്കുന്നുണ്ട്. കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സ്ലോ ആണ്, ബുദ്ധിമുട്ടുമാണ് ആൾക്കാർക്ക്. പുതിയ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ മുഴുവൻ ബാറ്ററികളും മാറ്റി സ്ഥാപിക്കണം. അതുകൊണ്ട് മാത്രമായില്ല, PMSY ബ്ലോക്കിൻ്റെ വൈദ്യുതീകരണത്തിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അതും പരിഹരിക്കണം. ഒരു വിഭാഗത്തിലും ഒരു പ്രശ്നവും ഇനി ഉണ്ടാവില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം. എന്നാൽ ഈ നടപടികളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. കാഷ്വാലിറ്റി അടച്ചുപൂട്ടിയതറിയാതെ ഇപ്പോഴും നിരവധി രോഗികളാണ് പുതിയ ബ്ലോക്കിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തുമ്പോൾ സെക്യൂരിറ്റി താൽക്കാലികമായി ഒരുക്കിയ പഴയ കാഷ്വാലിറ്റിയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇത് ദിവസങ്ങളായി തുടരുകയാണ്. ഇനിയും എത്ര നാൾ ഇങ്ങനെ തുടരണമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത്യാഹിതം സംഭവിച്ച് രോഗികൾ എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ അലഞ്ഞു തിരിയുന്നതും പ്രതിസന്ധി തന്നെയാണ്. അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം കണ്ട് പരിഹാരം ഉടൻ കാണണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതുകൊണ്ട് മാത്രമായില്ല. വീണ്ടും കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ കെട്ടിടം പൂർണ്ണമായി പരിശോധിക്കണം. വിവിധ വകുപ്പുകൾ ഒരു പ്രശ്നവുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം. എന്നാൽ മാത്രമേ വളരെ ആശ്വാസത്തോടെ സമാധാനത്തോടെ രോഗികൾക്ക് ഇവിടേക്ക് എത്താനാകൂ. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.